കുറച്ച് ദിവസമായിട്ട് OPDയിൽ വരുന്ന കേസുകളൊക്കെ ഷോൾഡർ ജോയിന്റിൽ പെയിൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പേഷ്യൻസ് പറയുന്ന കംപ്ലയിൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഷോൾഡർ ജോയിന്റ് മൂവ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലർക്ക് മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും. ചിലർക്കാണെങ്കിൽ മൂവ്മെന്റ് ഒന്നും തീരെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അഡിസീവ് ക്യാപ്സുലൈറ്റിസ് ഓഫ് ഷോൾഡർ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഷോൾഡർ ജോയിന്റ് എന്നുള്ളത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതുപോലെ തന്നെ ഷോൾഡർ ജോയിന്റിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ജോയിന്റ് ക്യാപ്സ്യൂൾ ഉണ്ടാവും. ഈ ഒരു ജോയിന്റ് ക്യാപ്സ്യൂളിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീർത്ത് വരുമ്പോഴാണ് നമുക്ക് ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവുന്നത്. ഒബ്വിയസ്ലി ഇങ്ങനെ വീർത്ത് വരുമ്പോൾ നമുക്ക് മൂവ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. ചിലർക്ക് മൂവ് ചെയ്യാനേ പറ്റത്തുണ്ടാവില്ല. പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാണ്ടെയും ഫ്രോസൺ ഷോൾഡർ സംഭവിക്കാം. ഇഞ്ചുറിയിലും ഡയബറ്റീസിലും ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് നോക്കാം. വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഹോട്ട് തെറാപ്പി ചെയ്യാന്നുള്ളതാണ്. ഹോട്ട് ബാഗ് ഒക്കെ യൂസ് ചെയ്യാം. ഹോട്ട് ബാഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേദന കുറയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പെയിൻ റിലീവ് ചെയ്യാൻ ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ ഒക്കെ എടുക്കാട്ടോ. പ്രധാനമായിട്ടും ഫ്രോസൺ ഷോൾഡർ മാറ്റാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫിസിയോതെറാപ്പിയാണ്. നല്ലൊരു ഡോക്ടറെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങാം. ചിലവരിൽ ഒന്നും ചെയ്യാണ്ട് തന്നെ 2 to 3 ഇയറിനുള്ളിൽ ഇത് റെഡി ആവാറുണ്ട്. ഇനി എന്തൊക്കെ ചെയ്തിട്ടും മാറാത്തവരിൽ നമുക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രോസൺ ഷോൾഡർ. ഫ്രോസൺ ഷോൾഡർ ബാക്കി ഷോൾഡർ പെയിൻ ആയിട്ട് കൺഫ്യൂസ് ആയി പോവാറുണ്ട്. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് തന്നെ പോകുന്നത് നല്ലതാണ്.